ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണ ടോപ്പിക്ക് പറയുന്നത് ഫ്രഷേഴ്സ് ചെയ്യാവുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് കേട്ടോ. അതായത് ഇന്റർവ്യൂ ടൈമിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് കേട്ടോ. എല്ലാവരും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം പറയുന്നത് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ പറയുക, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് 10K ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ചാനൽ ഇത്രയും വേഗം ഒരു 10K ഫാമായി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും ഞാനിതൊരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയോ ആ ഒരു വഴിയിലോട്ട് എത്തി. ഒരിക്കലും എനിക്ക് എന്താ പറയുക, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു വ്ളോഗ് കാര്യങ്ങൾ മീൻസ് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക കണ്ടന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയോ ഞാൻ തന്നെ വിചാരിക്കാതെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വേളോട്ടായി. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ 10K വേഗം തന്നെ ആയത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഉള്ള കാര്യം പറയണല്ലോ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു നമ്മൾ ചെയ്യുന്നതിന് റിസൾട്ട് ചെറുതോ വലുതോ എന്നല്ലല്ലോ, കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ നമ്മൾ എന്താവും, അതിൽ കുറച്ചും കൂടി ഇൻസ്പയർഡ് ആവും. അതുപോലെ തന്നെ കുറച്ചും കൂടി സിൻസിയറായിട്ട് കാണിക്കും. ഭയങ്കര സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ. ഞാൻ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക 10K ആയപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായി. പേഴ്സണലി കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു എല്ലാവരും ചെയ്ത സപ്പോർട്ടിനും ഭയങ്കര താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ടൈമിൽ ചെയ്യുന്ന ഫ്രഷേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, ഒരു 10 ജോലിക്ക് അപ്ലൈ ചെയ്താലാണ് ഒരു ഇന്റർവ്യൂ കോളെങ്കിലും നമുക്ക് വരിക അല്ലേ. ആ ഒരു ഇന്റർവ്യൂ കോളിൽ നിന്ന് നമ്മൾ ഇന്റർവ്യൂ ബോർഡിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം നമുക്ക് ജോലി നഷ്ടപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഓരോരോ പോയിന്റ്സ് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക, അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ്റെ കുറവ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ഏത് കമ്പനിയിലാണോ അപ്ലൈ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ബേസിക് ആയിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിലാണ് അപ്ലൈ ചെയ്തതെന്നുള്ളതിൻ്റെ ആ ഒരു കമ്പനിയുടെ പേര് കറക്റ്റ് അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻസിൻ്റെ കുറവുണ്ട്. നമ്മൾ ആ ജോബ് ആ ഒരു പൊസിഷൻ ഏതാണെന്ന് അറിയാതെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഏതാണെന്ന് അറിയാതെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ബോർഡിൽ നമ്മളോട് ചോദിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ നമുക്ക് പോസ്റ്റ് അറിയില്ല ഗൈസ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റ് എന്താണെന്ന് അറിയില്ല, കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല, മനസ്സിലായോ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു ഇന്റർവ്യൂ ബോർഡിനകത്ത് നമ്മൾ ചോദിക്കുമ്പോൾ, ഞാനൊരു RCM കമ്പനിയുടെ അകത്ത് പോണ സമയത്ത് എന്താണ് RCM, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റാണ് RCM എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മളൊരു ഫ്രഷറായിട്ട് പോണ സമയത്ത് ഒരുപാട് ജോബിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ അകത്ത് RCM എന്താണെന്ന് ചോദിച്ച് നമുക്കറിയില്ല, മനസ്സിലായോ. അതാണ് ഞാൻ പറഞ്ഞ കാര്യം, ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻസ് പറഞ്ഞാൽ അതാണ്, മനസ്സിലായോ. അപ്പോൾ ആ ഒരു കമ്പനി എന്താണോ, ആ കമ്പനിയുടെ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ പോസ്റ്റ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലോട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോണതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കരിയർ പേജിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളും റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്താണോ കമ്പനീനെ കുറിച്ചിട്ട്, എന്താണ് വാട്ട് അബൌട്ട് ദ കമ്പനി എന്നൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ സെറ്റാക്കി വെക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് ഗൈസ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് പുവർ റെസ്യൂം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്യൂംസിനെ കുറിച്ച് പറയുന്ന ഒരാളാണ്, മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ റെസ്യൂം നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊന്ന് മേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ATS ഫ്രണ്ട്ലി ആണെങ്കിലും നമ്മളതിൽ ആഡ് ആക്കേണ്ട കീവേഡ്സ് ആണെങ്കിലും അതിനെയൊക്കെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് അറിയില്ല, മനസ്സിലായി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഞാൻ CV കൊടുത്ത സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ ഇരിക്കുന്ന സമയത്ത് എൻ്റെ CV കൊടുത്തപ്പോഴാണ് ചോദിച്ചാൽ എന്താണ് ഇത്ര
ഭയങ്കര ഷോർട്ട് ആയിരുന്നു എൻ്റെ CV. കാരണം ഫ്രഷറാണ്, എനിക്കൊന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ല അതിനകത്ത്. ഇപ്പം എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്താണോ അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചെറിയൊരു CV ആയിരുന്നു. ആ സമയത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആകെ കൂട്ടിയൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ റെസ്യൂമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ റെസ്യൂമിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഡ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് എന്ത് ചോദിക്കും? ആ ഒരു റെസ്യൂം നോക്കിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ റെസ്യൂമിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് അറിയില്ലായിരുന്നില്ല ഗൈസ്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഭയങ്കര, സത്യം പറയില്ല, ഭയങ്കര ബോറായിരുന്നു എൻ്റെ റെസ്യൂം. ഫസ്റ്റ് ഇൻ്റർവ്യൂവിലുള്ള റെസ്യൂം കേട്ടോ. അവിടെ ഞാൻ കമ്പനി എനിക്ക് ജോയിൻ ചെയ്തു, ഞാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. റെസ്യൂം കുറച്ച് മോശമായെങ്കിൽ കൂടിയിട്ടും പക്ഷേ ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് എന്താ പറയുക പെർഫോം ചെയ്തോ, അതുപോലെ തന്നെ എനിക്ക് ജോബ് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ജോബ് കിട്ടേണ്ടതല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്യൂം നല്ല രീതിക്ക് മേക്ക് ചെയ്യുക. അതിൻ്റെ പോയിന്റ്സൊക്കെ നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കീവേഡ്സ് ആണെങ്കിലും സ്കിൽസ് ആണെങ്കിലും ഒക്കെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പോസ്റ്റാണോ നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മാത്രം റെസ്യൂമിൽ ആഡ് ആക്കുക. ഓക്കെ ഗൈസ്. പിന്നെ പറയുന്ന ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ ആൻസർ പറയുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂകളോട് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉള്ള ഒരു ടൈമിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ എന്നാൽ സൗണ്ട് ഭയങ്കര ഡൗൺ ആയിട്ട് നമ്മളതിനെ ഒട്ടും ഒരു നല്ല രീതിക്ക് നമുക്ക് ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. ഏതൊരു കമ്പനി ചെന്നാലും ഫസ്റ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു, അങ്ങനെയൊക്കെയല്ലേ അവർ ചോദിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതുപോലും കറക്റ്റ് പറയാതെ വരുന്നൊരു അവസ്ഥ ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഫ്രഷേഴ്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ല സ്ഫുടതോട് കൂടിയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് അത്യാവശ്യം നല്ല സൗണ്ടിൽ, അതായത് ഓവറായിട്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനല്ല, അത്യാവശ്യം നല്ലൊരു സൗണ്ടിൽ നമ്മൾ പറയുക, സംസാരിക്കുക. ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് എന്താണ്, ഏത് ഫ്രഷറോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളോ എന്തായിക്കോട്ടെ അവർക്ക് അറിയുന്നൊരു കാര്യമാണ് എന്ത്, നമ്മൾ എന്താ പറയുക, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പോലും നമ്മളെന്താ ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ പിന്നത്തെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്, എല്ലാം എന്ന് പറയുന്നില്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നേ ഷെയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ടു മച്ച് ആയിട്ടോ അപ്പോൾ തന്നെ ടു ലിറ്റിൽ ആയിട്ടോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മാത്രം പറയുക, ഓവറായിട്ട് സംസാരിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അറിയാവുന്ന ആൻസർ ആണെങ്കിൽ കൂടി ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ 2-3 വേർഡ്സിൽ നമ്മൾ ഒതുക്കേണ്ട കാര്യമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എത്രത്തോളം സംസാരിക്കണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു ബോർഡറിൽ വെച്ചിട്ട് നമ്മൾ നിർത്താൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എപ്പോഴും മിററിൽ ഫേസ് ചെയ്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ മിററിൽ നോക്കിയിട്ട് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക, അല്ലെങ്കിൽ ഓരോരോ ക്വസ്റ്റിന് നമ്മൾ ആൻസേഴ്സ് പറയുക. ഈ ചെറിയ ചെറിയ വേർഡ്സിൽ ഒതുക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കാതെ ഒരു ബോർഡർ വയ്ക്കുക. നിങ്ങൾ ഇവിടെ നിർത്തണം എന്നുള്ളൊരു മൈൻഡിൽ വെക്കുക, ഒരു പോയിന്റ് അവിടെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ മിററിൽ നോക്കിയിട്ട്, ഞാൻ മിററിൽ നോക്കിയിട്ടാണ് സംസാരിക്കാറ്. എന്നിട്ട് ഒരു ഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനിയനോട് സംസാരിക്കും. അപ്പോൾ അവൻ എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സെറ്റാക്കി തരാറാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂയിലോട്ട് പോവാൻ ഗൈസ്. പിന്നെ പറയുന്നത് ഒരു പുവർ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു HR അല്ലെങ്കിൽ ഒരു മാനേജറോ അങ്ങനെയൊക്കെയല്ലേ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ കമ്പനിക്ക് ഓരോ രീതിയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ആ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിന് ചില ആൾക്കാർക്ക് ഐ കോണ്ടാക്ട് തീരെ കിട്ടില്ല. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂ ബോർഡിലോട്ട് പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളോട് അവരോട് ഇരിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ഇരിക്കും. അല്ല, അങ്ങനെയല്ല ചെയ്യാറ്.
എന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നിവർന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. നിവർന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ണ് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കണ്ണ് നേരെ അവരുടെ മുഖത്തോട്ട് നോക്കുക. അതിൻ്റെ വലിയ ആറ്റിറ്റ്യൂഡൊന്നും ഉണ്ടായിരുന്നു ഗൈസ്. ആറ്റിറ്റ്യൂഡ് അവർ വിചാരിക്കും ഇവനെ ജോലിക്ക് എടുക്കണമെന്നൊക്കെ വിചാരിക്കും. നല്ല എന്താ പറയുക, കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കാമായി ഇങ്ങനെ ഇരിക്കാം. ഉള്ളിൽ ആളി കത്തുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാമായിട്ട് ഇരുന്നിട്ട് അവരുടെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളൊരു മൈൻഡിലിരിക്കുക, മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ എന്താണോ അത് പുറത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യരുത്, മനസ്സിലായില്ലേ? നമ്മൾ ചില ആൾക്കാരൊക്കെ വിറച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, മൂപ്പകൾ അങ്ങനെയായിരുന്നു. തീരെ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല, ഐ കോൺടാക്ട് കിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ആൾ എന്നെക്കാട്ടിയും കൂടുതൽ പഠിച്ചിട്ടൊക്കെയാ പോകുന്നുണ്ടാവും. ഞാൻ പഠിക്കാറൊന്നുമില്ല ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ആളെന്ത് ചെയ്യും, ഒക്കെ സെറ്റായിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിയർത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ആളൊക്കെ ഫേസ് ചെയ്യുക ഇന്റർവ്യൂവിനൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ചെന്നിങ്ങനെ ഇരുന്ന് ഒന്ന് നിവർന്നിങ്ങനെ ഇരുന്ന് ഐ കോൺടാക്ട് കൊടുത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് അറിയാവുന്ന വ്യക്തമായ ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് സംസാരിക്കാം. ഓവറായിട്ടും സംസാരിക്കാതെ നല്ല രീതിക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാം. ഓക്കെ, പിന്നെ വരുന്ന ഒരു പോയിന്റാണ് കേട്ടോ, എന്താ പറയുക, ഓവർ കോൺഫിഡൻസും അതുപോലെ തന്നെ അണ്ടർ കോൺഫിഡൻസും പറയുന്നത് കേട്ടോ. ഈ സംഭവം എന്താ പറയുക, ഈ ഓവർ കോൺഫിഡൻസിൻ്റെയും ഈ അണ്ടർ കോൺഫിഡൻസിൻ്റെയും മിഡിലായിരിക്കണം നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത്, മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സംഭവം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. ഒരു 10-15 മിനിറ്റാണ് ഇന്റർവ്യൂ ഉണ്ടാവുക, മാക്സിമം ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റാണ് ഇന്റർവ്യൂ ടൈം എപ്പോഴും വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം പറയട്ടെ, ഇന്റർവ്യൂ ബോർഡിലോട്ട് അല്ലെങ്കിൽ ആ ക്യാബിനുള്ളിലോട്ട് ഞാൻ കയറി കഴിഞ്ഞാൽ എന്നെ ഇതിന് മുന്നേ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകണമാണ് കണ്ടിട്ടില്ല, മനസ്സിലായ? ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ അയാളെന്നെ കാണാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നത്തെ കാര്യമാണ്. ആ ഒരു 20 മിനിറ്റിൽ എന്താണോ അത് നമ്മൾ സ്വയം മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ഫോക്കസ് എന്താണ്, ഇന്റർവ്യൂ ആണ്, നമുക്ക് ഈ ഒരു കമ്പനിയിൽ ജോബാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടൈമിംഗ് ആണ്, മനസ്സിലായില്ലേ? ആ ഒരു ജോബിൽ നമ്മൾ വില്ലിങ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യിക്കുന്ന ഒരു കുഞ്ഞു ടൈമാണ് എന്ത് ഈ ഒരു ഇന്റർവ്യൂ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് വെറുതെ പേടിച്ചിട്ട് കൊണ്ട് കളയാനുള്ളതല്ല. കാരണം ഒരുപാട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിലോട്ട് എത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നെർവസ് ഒന്നും ആവാതെ അധികം ഞാൻ ഭയങ്കര ക്വാളിഫൈഡ് ആണ്, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കാതെ നല്ല രീതി എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും മിഡിലായി നിന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഈ ജോബ് കിട്ടും, നിങ്ങൾ ഉറപ്പിച്ചോ ഗൈസ്. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യമാണ് കേട്ടോ, ബീങ് ലേറ്റ് ആയിട്ട്. അതായത് നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ എത്തണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, എപ്പോഴും ലേറ്റ് ആയിട്ട് എത്തുന്ന ഒരാൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ, ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചല്ലെങ്കിൽ വേർത്തിട്ട് നമ്മൾ ചാടിപ്പടഞ്ഞെത്തേണ്ട ഒരു സ്ഥലമല്ല ഇന്റർവ്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റോ നേരത്തെ എത്തുക. 15 മിനിറ്റ് നേരത്തെ എത്തി നമ്മൾ ടെൻഷൻ അടിച്ച് ചാവും, അത് വേറെ കാര്യം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ എത്തുക. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതാണ് കമ്പനി, ആ കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണോ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാവുമെന്ന് നമ്മൾ തലേ ദിവസം ഡിസൈഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ മറക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒക്കെ നമ്മൾ ഫയലിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് തലേ ദിവസം തന്നെ ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കണം ഗൈസ്. അതാണ് ഈ ലേറ്റ് ആവാളതിൻ്റെ പ്രധാന കാര്യങ്ങൾ. ട്രാൻസ്പോർട്ടേഷൻ, ബസ്സിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബസ് അന്ന് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ലേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ലേറ്റായിട്ട് നമ്മൾ കമ്പനിയിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും ഓൾറെഡി പോവുക, ഭയങ്കര ടയേർഡായിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി കമ്പനിയിലോട്ട് എത്തുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുക. അപ്പോൾ നമുക്കത് എന്താവും, ഭയങ്കരമായിട്ട് ഭയങ്കര അയ്യോ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടാതെ കാരണമാവും, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചാടിപ്പടഞ്ഞ് പോയ കാരണമായിരിക്കുമോ ഇനി കിട്ടാത്ത, ആ ഒരു മെൻറ്റാലിറ്റി വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിന് എത്തരുത്, അതൊക്കെ അവർ നോക്കും. നമ്മളോട് നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ടൈം എപ്പോഴാണോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണോ അവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ടൈം നമ്മൾ കൊടുത്തിട്ടുള്ള ടൈമൊക്കെ എന്ത് ചെയ്യും, അവരവിടെ നോട്ട് ചെയ്തിട്ട് വെക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ കമ്പനിയിൽ എന്താ പറയുക, സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ഈ ടൈമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായിരിക്കും ഇൻ്റർവ്യൂ ബോർഡിലോട്ട് കൊടുക്കുന്നുണ്ടാവുക, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഉള്ള ആൾക്കാർ, ചില ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് എത്തിയത് ചോദിക്കും. അപ്പോൾ അതൊന്ന് അവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മൾ ഒരു എന്താ പറയുക, ഒരു
ഒരു എന്താ നമ്മൾ പറയുക, ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത ആളാണെന്ന് അതൊന്ന് വ്യക്തമാക്കിയെടുക്കാൻ അവർക്ക് പറ്റും. ഒരു പഞ്ച്വാലിറ്റി ആക്യുറസിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കമ്പനിയിൽ ജോലി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ലേറ്റായിട്ട് വരുന്ന ഒരാൾക്കാർക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അറിഞ്ഞിട്ടും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡ്രസ് കോഡാണ് ഗൈസ്. ഡ്രസ് കോഡൊക്കെ ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണമെന്നൊക്കെ കറക്റ്റ് അറിയാവുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതായത് എൻ്റെ പോസ്റ്റിലോട്ടാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി, ഞാൻ തള്ളില്ല കേട്ടോ, ഞാൻ തള്ളുക നിങ്ങൾ വിചാരിക്കരുത്, സീരിയസ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇരിക്കുക എങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് TL ഇരിക്കുക, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ ഫ്രണ്ട്, അങ്ങനെ ഇരിക്കും. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അറിയാലോ, ഫ്ലോറും കാര്യങ്ങളൊക്കെ അറിയാലോ, നല്ല ഓപ്പൺ ആയിട്ടുള്ള ഫ്ലോറാണ്, അങ്ങനെയല്ലേ. അപ്പോൾ എൻ്റെ നേരെയാണ് മെയിൻ ഡോർ വരുന്നത്. ഞങ്ങൾ സെൻട്രലിലായിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി വരുന്നത് ജീൻസും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ടാണ് മൂപ്പരാൾ എന്താ പറയുന്നത് ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ TL പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ കണ്ടു കേട്ടോ, ആളേനെ കയറി വരുന്നത് കണ്ടു. അപ്പോൾ TL പറഞ്ഞു ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ള ഡ്രസ്സിങ് സെൻസ് നോക്കി നോക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാഷ്വൽസ് ഒന്നും ഇൻ്റർവ്യൂവിന് ഇടില്ല, അല്ലെങ്കിൽ ഓഫീസിലോട്ട് കാഷ്വൽസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടൈമുണ്ട്. ടൈം പറയുന്നത് ഒരു വീക്കിലൊരു ദിവസം, ഒരു ഡേ, പ്രത്യേക ഡേ ഉണ്ട്. അപ്പം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കാഷ്വൽസ് ഇടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഫോർമൽസാണ് ഇടുക അല്ലേ. ഫോർമൽസിൽ ഇടാൻ വേണ്ടി പാടുള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കളർ എന്ത് ചൂസ് ചെയ്യണം, കോളർ നെക്ക് വേണോ വേണ്ടേ, ഗേൾസിൻ്റെ അടുത്ത് എന്തൊക്കെ വേണമെന്ന് അവർക്ക് എന്നിട്ട്. ഇനി ബോയ്സിൻ്റെ അകത്താണെങ്കിൽ അവർക്ക് ഹൗസ് സ്ലീവ് പാടുമോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് പാടുമോ, എല്ലാതും അറിയാവുന്ന കാര്യം. ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യേണ്ട കാര്യമല്ല, ഓക്കെ. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം, മനസ്സിലായി. എന്നിട്ടും തെറ്റിക്കുന്ന ഒരു കാര്യം ഡ്രസ് കോഡാണ്, ഹെയർ സ്റ്റൈലാണ്, അതൊക്കെ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടും തെറ്റിക്കാവുന്ന ഒരുപാടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ ബോർഡിൽ നമ്മൾ ഇൻ്റർവ്യൂ നല്ലൊരു കമ്പനിയാണെങ്കിൽ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ നോർമൽ കമ്പനീസിലെ വലിയ ചെറിയ ചെറിയ കമ്പനീസിലെ അവരൊക്കെ അതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇൻഫോ പാർക്കിലോട്ട് അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോട്ട് സൈബർ പാർക്കിലോട്ട് പോണ സമയത്ത്, ഇൻഫോ പാർക്കിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് അവർ ഏറ്റവും സെഡായിട്ടുള്ള കാര്യങ്ങളും മൊത്തം നോക്കും, മനസ്സിലായ? നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഫ്ലുവൻസി നോക്കും, എന്താ പറയുക, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല്, നമ്മുടെ CV, A to Z എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ നോക്കും, മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരാണ് ഇൻഫോ പാർക്കിൽ വേക്കൻസി ഉണ്ടോ, ടെക്നോ പാർക്കിൽ വേക്കൻസി ഉണ്ടോ, ഇങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ അവിടെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാനൊക്കെ ഇൻഫോ പാർക്കിൽ പഠിച്ചിട്ടുള്ള എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, മനസ്സിലായോ? ഞാനൊക്കെ അതൊക്കെ പക്കയാക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള സംഭവമാണ്. കാരണം എല്ലാ ഇൻ്റർവ്യൂവിന് പോയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഇതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ നമ്മൾ ഫ്ലോപ്പായിട്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയും? കാരണം നമുക്ക് ഷുവറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. പിന്നെ എന്താ പറയാൻ വേണ്ടി വന്നതെന്നറിയോ, എന്തായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഓക്കെ. കുറച്ച് കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ വഴിയെ ഞാൻ വീഡിയോ ആയിട്ട് മേക്ക് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോവാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.